തിരുവനന്തപുരം CH സെന്ററിന്റെ പ്രവർത്തന വിപുലീകരണ ഫണ്ട് സമാഹരണ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള ആപ്പിന്റെ ലോഞ്ചിംഗ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ക്യാൻസർ രോഗികൾക്കായി തിരുവനന്തപുരം CH സെന്റർ ചെയ്തു വരുന്ന സേവനം മഹത്തരവും മാതൃകാപരവുമാണെന്നും സെന്റർ വിപുലീകരണത്തിനായി നടത്തുന്ന ധനസമാഹരണ ക്യാമ്പയിൻ വിജയിപ്പിക്കണമെന്നും തങ്ങൾ ആഹ്വാനം ചെയ്തു. പാണക്കാട് മർവ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ CH സെന്റർ പ്രസിഡന്റ് ET മുഹമ്മദ് ബഷീർ MP അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA മുഖ്യപ്രഭാഷണം നടത്തി. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ CP ബാവ ഹാജിയിൽ നിന്നും ആദ്യ സംഭാവന പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഏറ്റുവാങ്ങി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, P അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA, KPA മജീദ് MLA, TV ഇബ്രാഹിം MLA, ഷെരീഫ് കുറ്റൂർ എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA സ്വാഗതവും CH സെന്റർ ജനറൽ സെക്രട്ടറി M മുഹമ്മദ് ഷമീം നന്ദിയും പറഞ്ഞു. പണം ഞങ്ങൾ തരും. P ഉബൈദുള്ള MLA, മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, CK സുബൈർ, TP അഷ്റഫ് അലി, CH സെന്റർ ഭാരവാഹികളായ അഡ്വക്കേറ്റ് റഷീദ് എറണാകുളം, മൺവിള സൈനുദ്ദീൻ, SA വാഹിദ്, അഡ്വക്കേറ്റ് ഹലീം കണിയാപുരം, മുഹമ്മദ് ഷെരീഫ്, PK മുനീർ, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് സംസ്ഥാന, ജില്ലാ, മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളും ജനപ്രതിനിധികളും പങ്കെടുത്തു. 2004 മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം ചാലക്കുഴി റോഡിൽ പ്രവർത്തിച്ചു വരുന്ന CH സെന്റർ തലസ്ഥാന നഗരിയിലെത്തുന്ന 100 കണക്കിന് രോഗികൾക്ക് ആശാ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് RCCയിലും ശ്രീ ചിത്ര ഹോസ്പിറ്റലിലും ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ താമസവും ഭക്ഷണവും, വാഹന സൗകര്യം, നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം, അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം തുടങ്ങി നിരവധി സഹായങ്ങളാണ് നൽകി വരുന്നത്. ഒരേ സമയം 300-ലധികം ആളുകൾക്കാണ് നിലവിൽ താമസ സൗകര്യമുള്ളത്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിനാലും ആതുര സേവന മേഖലകളിൽ പുതിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും ഉദ്ദേശിച്ച് 8 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന അനക്സ് കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിന്റെ പൂർത്തീകരണത്തിനായാണ് റംസാൻ മാസത്തിൽ 2025 മാർച്ച് 31 വരെയുള്ള തീയതികളിലാണ് ക്രൗഡ് ഫണ്ടിംഗ് നടത്തുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ CP ബാവ ഹാജിയാണ് ആദ്യ സംഭാവനയായി 5 ലക്ഷം രൂപ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് കൈമാറിയത്. KPA മജീദ് MLAയും വേദിയിൽ വെച്ച് തന്നെ ആപ്പ് മുഖേന സംഭാവന കൈമാറി. കൽപ്പകഞ്ചേരി സ്വദേശി റിയാസ് കള്ളിയത്തിന്റെ മക്കളായ ഇമ്രാൻ, മറിയം എന്നിവർ അവരുടെ സമ്പാദ്യ കുടുക്ക പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾക്ക് കൈമാറി. അടുത്ത കാലത്തായി CH സെന്റർ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ പദ്ധതികൾ അതൊക്കെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ തന്നെ ധാർമ്മികമായിട്ടൊരു ബാധ്യതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. CH സെന്ററുകളുടെ പ്രവർത്തനങ്ങളിൽ എവിടെ ആയാലും അതൊക്കെ വിജയിക്കാറുണ്ട്. സമൂഹം അത്രമാത്രം അതിനെയൊക്കെ വിലമതിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് ശേഖരണം നമുക്ക് വിജയിപ്പിക്കണം. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.